ഷാഹി ഇഫക്റ്റിലേക്ക് എവർക്കും സുസ്വാഗതം. ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ തന്റെ തിരുവാഭരണങ്ങൾ അടിച്ചു മാറ്റി വിൽപ്പന നടത്തിയ ഇടതുപക്ഷ സർക്കാർ കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത ഈ കടുപ്പത്തിന്റെ MLA കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി കടുപ്പത്തം നിയോജകമണ്ഡലം സംഘടിപ്പിച്ചിരിക്കുന്ന കടകംപള്ളിയുടെ വീട്ടിലേക്കുള്ള വസതിയിലേക്കുള്ള മാർച്ചാണ്. മൊത്തം വിഴുങ്ങുന്നേ
നടക്കുന്ന സമരം ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരായിട്ടുള്ള കേരളത്തിലെ ഭക്തജനങ്ങളുടെ ആശങ്കകൾ ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്ക് തടയിടാൻ വേണ്ടി ജനങ്ങളെ ജാഗരൂകരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. കേരളത്തിലെ CPM കോൺഗ്രസ് നേതാക്കന്മാരുടെ ഈ സ്വർണക്കൊള്ളയിൽ ഒളിഞ്ഞും തെളിഞ്ഞും പങ്കാളികളായിട്ടുള്ള നേതാക്കന്മാരുടെ വസതികളിലേക്ക് നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെ വസതിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ മാർച്ചിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ, പാർട്ടിയുടെ ഉള്ളൂർ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ദിവ്യ എസ് പ്രദീപ്, കഴക്കൂട്ടം മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുനിൽ എസ്, പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ ശിവരാഹം വിജയൻ, ശ്രീ കഴക്കൂട്ടം അനിൽ, പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പാപ്പനങ്കോട് സജി, സംസ്ഥാന സമിതി അംഗം ശ്രീ പാങ്ങപ്പാറ രാജീവ്, പാർട്ടിയുടെ ജില്ലാ നേതാക്കളായിട്ടുള്ള ശ്രീ സുനിൽ ചന്ദ്രൻ, SC മോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷൻ കരിക്കക മനീഷ്, പാർട്ടിയുടെ ശ്രീ പുഞ്ചക്കരി സുരേന്ദ്രൻ, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായിട്ടുള്ള ശ്രീ കരിക്കകം മണികണ്ഠൻ, ശ്രീ BG വിഷ്ണു, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ കരിക്കകം ശ്യാം, ശ്രീ സുരേഷ്, ശ്രീ മഹാദേവപുരം ഉണ്ണി, ശ്രീ ഓടിക്കോണം മണികണ്ഠൻ, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, ഈ സമരത്തിൽ പങ്കാളികളായിട്ടുള്ള ശബരിമല അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ഭക്തജനങ്ങളെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ശബരിമലയിലെ സ്വർണക്കൊള്ളയെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഏതാണ്ട് 4 മാസം പിന്നിടുകയാണ്. ഇന്നലെ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ വായിച്ചു, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നടത്തിയ ശാസ്ത്രീയ പരിശോധന. ആ പരിശോധനയിൽ സ്വർണപ്പാളികൾ മോഷണം ചെയ്യപ്പെട്ടു എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. അവിടെ ആ ശബരിമലയിലെ കൊള്ളയുടെ അതിന് സൂത്രധാരകനായി പ്രവർത്തിച്ച ആളുകൾ, അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകൾ, അതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ, അങ്ങനെ നിരവധി ആളുകളെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം, ആ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കോൺഗ്രസിന്റെ നേതാക്കന്മാര് ശബരിമലയിലേക്ക് പിടിച്ചു കയറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റി CPM നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി നടത്തിയ വലിയ കൊള്ള, ആ കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായിട്ട് ഏതാണ്ട് 3 മാസമാകാൻ പോകുന്നു. ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. എന്താ SIT കുറ്റപത്രം സമർപ്പിക്കാത്തത്? 90 ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണോ ഈ മെല്ലെപ്പോക്ക് എന്നുള്ള സംശയമാണ് കേരളത്തിലെ ഭക്തജനങ്ങളായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് 2 പേര് നേരത്തെ തന്നെ ജയിലിലായി. അതിനുശേഷം മറ്റുള്ള പലരും ജയിലിലേക്കുള്ള വഴിയിൽ കുറെ പേരുണ്ട്. ചിലരെയൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യമാണുള്ളത്.
പത്മകുമാറിനെതിരായിട്ട് പത്മകുമാറിനെയും വാസുവിനെയും 2 ദേവസ്വം പ്രസിഡന്റുമാര്, ആ 2 ദേവസ്വം പ്രസിഡന്റുമാരെ SIT അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിന് ശേഷവും ഈ കാര്യത്തിൽ തുടർന്നുണ്ടാകേണ്ട നടപടികൾ, ആ നടപടികൾ ഉണ്ടായില്ല. SIT കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. പക്ഷേ SIT-യിലെ ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാർ കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ അത് കേരള സർക്കാരിന്റെ